പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. എംനോട്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എ കംപ്ലീറ്റ് ഹയർ സ്റ്റഡി സീരീസ് എന്നുള്ള ഈ ഒരു വീഡിയോ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ BA സൈക്കോളജി എന്ന വിഷയത്തെ പറ്റിയാണ് പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. BA സൈക്കോളജിക്ക് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, അത് സയൻസ് കോഴ്സുമാണ്. മറ്റൊരു സന്ദർഭത്തിൽ അതൊരു സോഷ്യൽ സയൻസ് കോഴ്സും ആണ്. ചില യൂണിവേഴ്സിറ്റീസ് BSc സൈക്കോളജി എന്ന് നൽകുന്നു, ചില യൂണിവേഴ്സിറ്റീസ് BA സൈക്കോളജി എന്ന് നൽകുന്നു. പല വിദ്യാർത്ഥിനികൾക്കും സംശയമുണ്ട്, സർ, ഈ കോഴ്സ് BSc സൈക്കോളജി ആണോ അതോ BA സൈക്കോളജി ആണോ എന്ന്. ഞാൻ ഇഗ്നോയുടെ റെക്കഗ്നൈസേഷന്റെ ആ ഒരു അംഗീകാരത്തിന്റെ ഒരു ടേം, UGC നൽകിയ ഒരു ടേം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതായത്, the courses, the degree, diploma, certificates are par with others degree, certificate, diploma equivalent. അത് അതുപോലെ അംഗീകാരമാണ്. ഡിഗ്രി ചില യൂണിവേഴ്സിറ്റിയിൽ MA എക്കണോമിക്സ് ആണ്, ചില യൂണിവേഴ്സിറ്റിയിൽ MSc എക്കണോമിക്സ് ആണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ MSc മാത്തമാറ്റിക്സ് ആണ്, ചില യൂണിവേഴ്സിറ്റിയിൽ അത് MA മാത്തമാറ്റിക്സ് ആണ്. ചില സ്ഥലങ്ങളിൽ MA സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, ചില യൂണിവേഴ്സിറ്റിയിൽ MSc സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ എഞ്ചിനീയറിങ്ങിന് BTech എന്നാണ് പറയുക. എന്നാൽ തമിഴ്നാട്ടിൽ പോയാൽ അത് BE ആണ്, ബാച്ചുലർ ഓഫ് എഞ്ചിനീയറിംഗ്. ഇവിടെ ബാച്ചുലർ ഓഫ് ടെക്നോളജി. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അത് അതുപോലെ അംഗീകാരമാണ്. അപ്പോൾ ആരും ഒരു തരത്തിലും ബേജാറാകേണ്ടതില്ല, ഇതിന് അംഗീകാരമുണ്ടോ അംഗീകാരമില്ലേ എന്നുള്ള തരത്തിലുള്ള സംശയവും നമുക്ക് ഇതിന്റെ പിന്നിലേക്ക് പോകേണ്ട കാര്യം ഉദിക്കുന്നില്ല. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഇതിലെ കണ്ടന്റ്, ഇഗ്നോ നൽകുന്ന കണ്ടന്റ് മറ്റ് യൂണിവേഴ്സിറ്റി നൽകുന്ന കണ്ടന്റിൽ നിന്ന് എത്രത്തോളം വ്യത്യാസമാണ്, അതാണ് ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നത്. പ്രത്യേകിച്ച് എംനോട്സിലെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനോടും അതുപോലെ തന്നെ ഈ വീഡിയോ വീക്ഷിക്കുന്നവരോടും എല്ലാവരോടും എനിക്കുള്ള അഭ്യർത്ഥന, കണ്ടന്റ് ബേസ്ഡ് പ്രോഗ്രാം എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. ഇഗ്നോ ഉദ്ദേശിക്കുന്ന കരിക്കുലർ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു യൂണിവേഴ്സിറ്റിയും തരം താഴ്ത്താൻ വേണ്ടിയല്ല ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. ഇഗ്നോ എന്താണ് എന്ന് നന്നായി മനസ്സിലാക്കിയിട്ട് ഇഗ്നോയിൽ ഒരു പ്രോഗ്രാം കളക്ട് ചെയ്യുക, അച്ചീവ് ചെയ്യുക. ഈ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്കുള്ള പ്രത്യേകത, അത് ഹൈലി ഫ്ലെക്സിബിളും സ്റ്റുഡന്റ് സെന്റേർഡും ആണ്. ഇവിടെ ഓരോ പഠിതാവിനും ഈ 5 ഉദ്ദേശങ്ങൾ വന്ന് ചേർന്നിരിക്കണം എന്ന് ഇഗ്നോയ്ക്ക് നിർബന്ധമുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, നമ്പർ 1, ഫസ്റ്റ് ഒബ്ജക്റ്റീവ് സ്കിൽ ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. അഥവാ പ്രൊഫഷണൽ വൊക്കേഷണൽ ട്രെയിനിങ് ഈ ഒരു ഡിഗ്രി പ്രോഗ്രാമിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഈ സൈക്കോളജിയുടെ കാര്യം തന്നെ നമ്മൾ എടുക്കുകയാണ് എങ്കിൽ, BA സൈക്കോളജിയിലെ ഫസ്റ്റ് സെമ്മിൽ തന്നെ പ്രാക്ടിക്കൽസ് ഇഗ്നോ നൽകുകയാണ്. ഫസ്റ്റ് സെമ്മില് ഹാൻഡ്സ് ഓൺ പ്രാക്ടിക്കൽസ്, സെക്കൻഡ് സെമ്മിലും പ്രാക്ടിക്കൽസ്, തേർഡ് സെമ്മില് പ്രാക്ടിക്കൽസ്, ഫോർത്ത് സെമ്മില് പ്രാക്ടിക്കൽസ്. അങ്ങനെ ഒരു മിനി റിസർച്ചിലൂടെയും എക്സ്പെരിമെന്റുകളിലൂടെയും ടെസ്റ്റുകളിലൂടെയും എക്യുപ്പായി പിന്നീട് നിങ്ങൾ MA സൈക്കോളജി എന്നുള്ള ലെവലിലേക്ക് എത്താൻ നിങ്ങളെ പര്യാപ്തമാക്കുകയാണ് ഇഗ്നോയുടെ ആത്യന്തികമായ ലക്ഷ്യം. അതുപോലെ തന്നെ ഡീപ്പ് സബ്ജക്ട് നോളജ് നൽകുക എന്നുള്ളത് ഇഗ്നോയുടെ പ്രത്യേകതയാണ്. ഡീപ്പ് സബ്ജക്ട് നോളജ് ഇവിടെ സ്കിൽ ഓറിയന്റഡ് കോഴ്സ് എന്നുള്ള രൂപത്തിലും, അതുപോലെ തന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് എന്നുള്ള അർത്ഥത്തിലും, ജനറിക് കോഴ്സസ് എന്നുള്ള അർത്ഥത്തിലും, കോർ കോഴ്സസ് എന്നുള്ള അർത്ഥത്തിലും ഇഗ്നോ നമുക്ക് 5-6 പാറ്റേണിലായി കോഴ്സസ് നൽകുന്നു. ഈ കോഴ്സസ് എല്ലാം തന്നെ ഇഗ്നോ അതൊരു പ്രത്യേക ഒബ്ജക്റ്റീവ് ആയിട്ട് തന്നെ നമുക്ക് പറയാം, ഇന്റർ ഡിസിപ്ലിനറി ആണ്.
ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സബ്ജക്ട്, സയൻസ്, ടോപ്പിക്സ് എന്നുള്ള ആ അർത്ഥങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഇന്റർ ഡിസിപ്ലിൻ പ്രോഗ്രാംസ് ആണ് മറ്റ് ഡിസിപ്ലിൻസിലെ മറ്റ് സബ്ജക്റ്റുമായി റിലേറ്റഡ് ആയിക്കൊണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ സൈക്കോളജിയും എഡ്യൂക്കേഷനും അഭേദ്യമായ ബന്ധമുണ്ട്. വിദ്യാർത്ഥിനികളുടെ അതായത് 1ാം ക്ലാസ് മുതൽ തന്നെ ഉള്ള ചൈൽഡ്ഹുഡ് മെമ്മറി, ചൈൽഡ്ഹുഡ് ലേണിംഗ്, ചൈൽഡ്ഹുഡ് ബിഹേവിയേഴ്സ്, അവരുടെ പാരന്റൽ ആറ്റിറ്റ്യൂഡ്, പാരന്റൽ കണ്ടീഷൻസ്, എൻവയോൺമെന്റൽ, കുട്ടികളുടെ ഹെറിഡിറ്റി, ഇതെല്ലാം തന്നെ പരസ്പര പൂരിതമാണ് ഈ കുട്ടി നോളജ് ക്രിയേറ്റ് ചെയ്യാൻ. ലേണിംഗ് എന്ന് പറയുന്നതും അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നതും ഒബ്സർവേഷൻസ് എന്ന് പറയുന്നതും പെർസെപ്ഷൻസ് എന്ന് പറയുന്നതും സെൻസസ് എന്ന് പറയുന്നതും എല്ലാം തന്നെ ആ കുട്ടിയുടെ മാനസികവും ശാരീരികവും ചുറ്റുപാടിലുമുള്ള വ്യവഹാരങ്ങളുടെ ഒരു ഓർഗനൈസേഷൻ ആണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം എന്നുള്ള ആ ഒരു ഡിസിപ്ലിനും അതുപോലെ സൈക്കോളജി എന്നുള്ള ഡിസിപ്ലിനും കണക്റ്റഡ് ആണ്. ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്ന സംഗതി നമ്മൾ മെന്റൽ ഹെൽത്ത് പ്രോസസ്സായി പറയുമ്പോൾ കുട്ടിയുടെ ബയോളജിക്കൽ ഇഷ്യൂസും ബയോളജിക്കൽ പാറ്റേണും ബയോളജിക്കൽ ഹെൽത്തും തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് അർഹിക്കുന്നതാണ്. അങ്ങനെ 2-3 ഡിസിപ്ലിൻ. ഇനി എന്തിനാണ് നമ്മൾ 10ാം ക്ലാസ് വരെ എല്ലാ വിഷയങ്ങളെയും നമ്മൾ പഠിപ്പിക്കുന്നത്? അത് ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന ബേസിക് ഇൻഫർമേഷൻസ്, മാത്തമാറ്റിക്സിലൂടെ മിനിമം 4 ഓപ്പറേഷൻസ്, മാത്തമാറ്റിക്കൽസിന്റെ ഓപ്പറേഷൻസ് മനസ്സിലാക്കി വെക്കുക, സാമൂഹ്യ ശാസ്ത്രത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, സയൻസിന്റെ വ്യത്യസ്ത കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, ലാംഗ്വേജിന്റെ വ്യത്യസ്ത കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, കമ്പ്യൂട്ടിംഗ് നോളജിന്റെ വ്യത്യസ്ത കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, ലീഗൽ കാര്യങ്ങൾ കുറച്ച് മനസ്സിലാക്കി വെക്കുക, പരിസ്ഥിതി പ്രശ്നങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് ദ പേഴ്സണാലിറ്റിയാണ് കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്ന വിചക്ഷണന്മാർ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് NCERT തുടങ്ങിയ സ്ഥാപനങ്ങൾ ഇതിനുള്ള പ്രത്യേക ഗവേഷണം നടത്തുന്ന ഒരു നോഡൽ ഏജൻസിയും കൂടിയാണ് ഇഗ്നോ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇഗ്നോ നൽകുന്ന 3ാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ കണ്ടീഷൻസ് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. പഠിക്കുന്ന ഓരോ പഠിതാവും അവന്റെ പരിസ്ഥിതിയെ പറ്റി, അവന്റെ കുടുംബത്തെ പറ്റി, അവന്റെ സമൂഹത്തെ പറ്റി, അതിലെ ഗുണങ്ങൾ മാത്രമല്ല അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഉള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളെ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, ഇങ്ങനെ പല തരത്തിലുള്ളതും, അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റ്, വാട്ടർ മാനേജ്മെന്റ് ആയിക്കോട്ടെ, എയർ മാനേജ്മെന്റ് ആയിക്കോട്ടെ, എല്ലാം അങ്ങനെയുള്ള ഒരു പാരിസ്ഥിതിക, ഒപ്പം തന്നെ ഡിസാസ്റ്ററിന്റെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളെ നമ്മൾ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടും ഇഗ്നോ നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു പ്രത്യേകത വളരെ നന്നായി ആലോചിക്കുക. 2nd സെമ്മിലെ ഏത് പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോഴും ഇഗ്നോ അവിടെ കമ്മ്യൂണിക്കേഷൻ, ഇംഗ്ലീഷ് എന്നുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു വിശ്വപൗരൻ എന്നുള്ള നിലയിലേക്ക് എത്താൻ നമ്മെ സഹായിക്കുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. ആ കമ്മ്യൂണിക്കേഷനിലെ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഓർ ഹിന്ദി കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ്, ആ ഒരു ഹിന്ദി ലാംഗ്വേജിലെ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ ഇത് വ്യക്തമാക്കി മനസ്സിലാക്കുക എന്നുള്ളതും ഇഗ്നോയുടെ ഒബ്ജക്റ്റീവില്, കരിക്കുലർ ഒബ്ജക്റ്റീവില് പ്രാധാന്യം അർഹിക്കുന്നു. ഒപ്പം തന്നെ യൂണിവേഴ്സൽ സിറ്റിസൺ എന്നുള്ള നിലക്ക് ഓൾറൗണ്ട് ഇൻഫർമേഷൻസ്, ലോകത്ത് നടക്കുന്ന എല്ലാ നൂതനമായ സംഗതികളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള സിലബസും കരിക്കുലവും പാറ്റേൺ ആണ് ഇഗ്നോ നമുക്ക് നൽകുന്നത് എന്ന് വളരെ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കുക. ഈ ഘടകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഇഗ്നോ നൽകുന്ന ചില പാറ്റേൺസ് ഉണ്ട്. അതായത് അതിന്റെ 5 തരത്തിലുള്ള ഘട്ടങ്ങളിലൂടെയാണ്, 5 സ്ട്രക്ചറിലൂടെയാണ് അതിന്റെ പ്രോഗ്രാം ഡെലിവറി ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, എല്ലാ പ്രോഗ്രാമും ഇഗ്നോ നൽകുന്നത് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്നുള്ള ആ ഒരു രീതിയിലാണ്. ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ വിദ്യാർത്ഥികൾക്ക് ചൂസ് ചെയ്യാനുള്ള അവസരമാണ് ഇവിടെ നൽകുന്നത്. ഇഗ്നോ നൽകുന്ന ആ ഒരു കാറ്റഗറി ഏതൊക്കെ ഘടനയിൽ നിന്നാണ് കോഴ്സുകൾ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇതിന്റെ കോർ കോഴ്സസ് ആയി 72 ക്രെഡിറ്റ് നമുക്ക് ഇഗ്നോ നൽകുന്നു.
72 ക്രെഡിറ്റ് നൽകുന്നു. അതിലെ തിയററ്റിക്കലും പ്രാക്ടിക്കലുമായിട്ടുള്ള കോമ്പണൻസ് 131, 132 എന്നുള്ള കോഡിൽ അവസാനിക്കുന്ന രൂപത്തില് BPCC എന്നുള്ള ആ ഒരു പാറ്റേണിലാണ് ഇഗ്നോയുടെ പ്രോഗ്രാം എല്ലാം, കോഴ്സസ് എല്ലാം ഇവിടെ ഡിസൈൻ ചെയ്ത് വച്ചിരിക്കുന്നത്. കോർ കോഴ്സസ് 72 ക്രെഡിറ്റ് എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സ് എന്ന് പറയുന്ന കുറച്ച് കോഴ്സസ് ഉണ്ട്. ഡിസിപ്ലിനിൽ സ്പെസിഫിക് ആക്കിയിട്ടുള്ള ചില എലക്റ്റീവ് കോഴ്സസ് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ്, നമ്മളുടെ എബിലിറ്റി സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ആ ഒരു പ്രോഗ്രാം സൈക്കോളജിയിൽ 8 ക്രെഡിറ്റ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്ന് പറഞ്ഞിട്ട് 16 കോഴ്സസ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. മാത്രമല്ല ജനറിക് ഓർ ഇന്റർ ഡിസിപ്ലിൻ കോഴ്സസ് എന്നുള്ള രൂപത്തിൽ 12 ക്രെഡിറ്റ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലുമാണ് നമുക്ക് കോർ കോഴ്സസ് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും പ്രാക്ടിക്കൽസ് സൈക്കോളജിക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് 3ാമത്തെ വർഷത്തിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ഒരു ഡിസിപ്ലിൻ സ്പെസിഫിക് ആയിട്ട് ഉള്ളത്. സ്കിൽ സ്പെസിഫിക് 3ാമത്തെ സെം മുതൽ, അതായത് സെക്കൻഡ് ഇയറിലെ ഫസ്റ്റില് 3ാമത്തെ സെമ്മ്, 4ാമത്തെ സെമ്മ്, 5ാമത്തെ സെമ്മ്, 6ാമത്തെ സെമ്മില് 2ാം വർഷവും 3ാം വർഷവും സ്കിൽ കോഴ്സസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ സ്കിൽ കോഴ്സസ് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഏറ്റവും മനോഹരമായ പാറ്റേൺ ആണ് ഇഗ്നോ സൈക്കോളജിയിൽ നൽകുന്നത്. BPCS 184 സ്കൂൾ സൈക്കോളജി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പഠിക്കുന്നത് നമ്മൾ സൈക്കോളജി ആണെങ്കിലും അത് സ്കൂൾ റിലേറ്റഡ് ആണ്. ഇന്റർ കണക്ടിവിറ്റി അവിടെ ഉണ്ട്. സ്കൂൾ സൈക്കോളജി. അതുപോലെ തന്നെ BPCS 185 ഡെവലപ്പിംഗ് ഇമോഷണൽ കോമ്പിറ്റൻസ്, വൈകാരികമായിട്ടുള്ള ആ ഒരു പാറ്റേൺ, അതിലേക്കുള്ള കോമ്പിറ്റൻസ് ആയിട്ടുള്ള ഒരു സയന്റിഫിക് അപ്രോച്ച്. BPCS 186 മാനേജിങ് സ്ട്രെസ്, ലൈഫ് ഓറിയന്റഡ് പ്രോഗ്രാം ആണ് ഇഗ്നോ നൽകുന്നത്. മാനേജിങ് സ്ട്രെസ്, നമുക്കുണ്ടാവുന്ന സ്ട്രെസ്, ഇമോഷണൽ ഇംബാലൻസസ്, കോപ്പ് വിത്ത് ഇമോഷൻസ്, കോപ്പ് വിത്ത് സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞ് ലൈഫ് സ്കില്ലില് WHO നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങളെല്ലാം നേരത്തെ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ BPCS 187 എന്നുള്ള അർത്ഥത്തിൽ മാനേജിങ് ഹ്യൂമൻ റിസോഴ്സസ് എന്നുള്ള ഒരു ഏരിയ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. BPCS 188 അപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി എന്നുള്ള പാറ്റേൺ. ഈ സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാമില് ഏതെങ്കിലും ഒന്ന്, ഈ പറഞ്ഞ 5 എണ്ണത്തിൽ നിന്ന് ഓരോ സെമ്മിലും ഓരോന്ന് എടുത്ത് നമ്മൾ 2ാമത്തെ വർഷം അഥവാ 3ാമത്തെ സെമ്മ്, 4ാമത്തെ സെമ്മ്, 3ാം വർഷം 5ാമത്തെ സെമ്മ്, 6ാമത്തെ സെമ്മിലേക്ക് നമ്മൾ ഇതിൽ നിന്ന് പേപ്പേഴ്സ് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ജനറിക് കോഴ്സസിലും നമുക്ക് ലാസ്റ്റ് ഫൈനൽ ഇയറിലാണ് ഓരോ സെമ്മിലും ഓരോ പേപ്പർ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുള്ളത്. ഇതില് ഈ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ 3ാം വർഷത്തിൽ അഥവാ 5ാമത്തെയും 6ാമത്തെയും സെമ്മില് ഏതെങ്കിലും 2 വിഷയത്തിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ എടുക്കേണ്ടതുണ്ട്. ഈ കോഴ്സസ് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി പരിഗണിക്കേണ്ടത് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും പ്രാക്ടിക്കൽ കോമ്പണന്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. BA നോർമൽ ഫീയിനേക്കാൾ ഒരു ഇത്തിരി വളരെ നാമമാത്രമായ ഒരു പ്രാക്ടിക്കൽ ഫീയും കൂടി ഇതിൽ വാങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കോഴ്സിനുള്ള എലിജിബിലിറ്റി ആർക്കാണ്? 10+2 പാസ്സായ ആർക്ക് വേണമെങ്കിലും എലിജിബിൾ ആണ്. ഓർ ഇറ്റ്സ് ഇക്വലന്റ്, അതിന് സമാനമായ മറ്റ് യോഗ്യതകൾ ഉള്ളവർക്കും ഈ കോഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നോട്ട്സ് ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നൽകുന്നത് ഇന്ന് ഈ ലോകത്ത്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാർ വിദേശങ്ങളിലും ആപ്റ്റ് പേഴ്സൺസ് ആണ്. അവർക്ക് നല്ല സ്കില്ലുണ്ട്, വൊക്കേഷണൽ ട്രെയിനിങ് കിട്ടിയിട്ടില്ല, നല്ല അറിവും നല്ല പാണ്ഡിത്യവും അതുപോലെ തന്നെ നല്ല എഡ്യൂക്കേഷണൽ കൾച്ചറും നല്ല ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഉണ്ട്. പക്ഷെ കാലങ്ങൾ അവരെ പല സന്ദർഭങ്ങളിലും ഡ്രോപ്പ് ഔട്ട് ആക്കി മാറ്റിക്കളഞ്ഞു.
പാതി വഴിയിൽ പഠനം മുടങ്ങിയ എത്രയോ ആളുകൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഷെയർ ചെയ്ത് അവരെ ഈ ഒരു പ്രക്രിയയിലെ, ഇഗ്നോയുടെ ഈ ഒരു വലിയ പ്രക്രിയയിൽ മനസ്സിലാക്കുക. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സർവകലാശാലയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ സർവകലാശാലയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദേശം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു. ഒപ്പം തന്നെ എൻ്റെ ഇന്നത്തെ BA സൈക്കോളജി എന്നുള്ള ഈ പ്രോഗ്രാമിനോടനുബന്ധിച്ചുള്ള ഈ വിവരണം നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിനെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ ലൈക്ക് ഓർ ഡിസ്ലൈക്ക് നിർബന്ധമായും ചെയ്യുക. ഈ വീഡിയോ അതുപോലെ തന്നെ എംനോട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നും ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പങ്കാളികളാകാൻ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. സ്നേഹപൂർവ്വം മുഹമ്മദ് മുബാറക് മാസ്റ്റർ. നന്ദി, നമസ്കാരം.